അങ്ങനെ രാഹുൽ ഈശ്വർ ജയിലിലായി. ജാമ്യാപേക്ഷ കോടതി തള്ളി. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കോടതിയിലേക്ക് വരുന്നതുവരെ രാഹുൽ ഈശ്വറിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയായിരുന്നു. അദ്ദേഹം അതിനിടയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വരാം, ഒന്ന് ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയ ഘട്ടത്തിലിട്ട ഒരു വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ. ആ വീഡിയോയിൽ പറയുന്ന കാര്യമുണ്ട്, പോലീസ് വന്നിരിക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യുമെന്ന് നോക്കാം, ധൈര്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്നോട് ചോദിച്ചു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ന്. എവിടെയാണ് ലാപ്ടോപ്പ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എൻ്റെ ഓഫീസിലാണുള്ളത്. ഓഫീസ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ടെക്നോ പാർക്കിലാണ് എന്നാണ്. എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ലാപ്ടോപ്പ്, ഞാനതൊന്ന് ഒളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് ഒളിപ്പിച്ചതിന് ശേഷമാണ് പോലീസിന്റെ കൂടെ ഇറങ്ങിയത് രാഹുൽ ഈശ്വർ. അത്രമാത്രം ആത്മവിശ്വാസമുണ്ടായിരുന്നു രാഹുൽ ഈശ്വറിന്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം കുറഞ്ഞു വന്നു. എന്നിരുന്നാലും കോടതി ജാമ്യം നൽകുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ വിശ്വസിച്ചത്, അദ്ദേഹത്തിന്റെ അഭിഭാഷകനും വിശ്വസിച്ചത്. പക്ഷേ രേഖകൾ പരിശോധിച്ച കോടതി ജാമ്യം നിഷേധിച്ചു. അറസ്റ്റ് ചെയ്തതിനു മുമ്പ് നോട്ടീസ് കൊടുക്കണം തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ കോടതിയിൽ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊന്നും നിരാകരിച്ചില്ല കോടതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ലാപ്ടോപ്പ് പരിശോധിച്ചു. ലാപ്ടോപ്പിലെ വീഡിയോ പരിശോധിച്ചു. അതിജീവിതയുടെ വിവരങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നടത്തിയ വീഡിയോ പരിശോധിച്ച കോടതി ജാമ്യം നിഷേധിച്ചു. ജയിലിലേക്ക് പോകാൻ പറഞ്ഞു. ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കീഴ്ക്കോടതിക്കാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ജയിലിലേക്ക് അയച്ചിരിക്കുന്നു. ഇനി ജയിലിലെ ഉണ്ട തിന്നാം രാഹുൽ ഈശ്വറിന്. കുറെ നാളുകളായി അതിജീവിതമാർക്കെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെയാണ് നാം ഇവിടെയും കണ്ടത്. അത് കോടതി മനസ്സിലാക്കുകയും ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഇനി ജയിലിൽ കിടക്കാം, മേൽക്കോടതിയെ സമീപിക്കാം. രാഹുൽ ഈശ്വറിന് നാളെയും മറ്റന്നാളും സമയമുണ്ട്. മേൽക്കോടതിയെ സമീപിച്ച് ജാമ്യം നേടിയാൽ പുറത്തു വരാം. പക്ഷേ പ്രാഥമികമായി കോടതിയുടെ പരിശോധനയിൽ ഒരു കാര്യം മനസ്സിലായി, രാഹുൽ ഈശ്വർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന്. രാഹുൽ ഈശ്വർ ആണോ സത്യത്തിൽ ആദ്യം ജയിലിലേക്ക് പോകേണ്ടത്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഒളിവിൽ കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് വെള്ളയടിച്ച് വെളുപ്പിക്കാനാണ് ശ്രമിച്ചത്. ആര്? രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ? അല്ല, സന്ദീപ് വാര്യറുമുണ്ട്. സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ അദ്ദേഹത്തിൻ്റെയും വഴി രാഹുൽ ഈശ്വറിന്റെ വഴി തന്നെയാണ്. സത്യത്തിൽ ആദ്യം ജയിൽ പോകേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. അനുയായികൾ ഒന്നൊന്നായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസ് 4 പേർ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ വനിതാ അഭിഭാഷക ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം ജയിലിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇവർക്കൊക്കെ ജാമ്യം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ അതിജീവിതയ്ക്ക് എതിരെ ആക്ഷേപം ഉന്നയിച്ചാലും തെറ്റില്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കും. കോടതി അതിന് കൂട്ടുനിന്നില്ല. കോടതി ന്യായം ഉയർത്തിപ്പിടിക്കുകയും രാഹുൽ ഈശ്വറിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ നല്ല കാര്യം. ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇതാണ് വഴി എന്ന് വിളിച്ചു പറയാൻ കോടതിയുടെ ഈ തീരുമാനം കൊണ്ട് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. എപ്പോഴും അതിജീവിതകൾ പരാതി പറയാൻ തയ്യാറാകാതിരിക്കുന്നത് ഈ സൈബർ ആക്രമണം പേടിച്ചിട്ടാണ്. അതിന് ഒരു മാറ്റം വരണം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും മാറി എന്നൊന്നും പറയാൻ കഴിയില്ല, എങ്കിലും ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഒരു ഭയം ഉണ്ടാകും ഇനി അതിജീവിതമാർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന്. അതിന് തുടക്കം കുറിക്കാൻ കോടതിക്ക് കഴിഞ്ഞു എന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു നല്ല ബിഗ് സല്യൂട്ട് നൽകാം കോടതിക്ക് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കുറച്ചു കാലം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നട്ടെ, എന്നിട്ടെങ്കിലും പഠിക്കട്ടെ രാഹുൽ ഈശ്വർ. അതോടൊപ്പം തന്നെ മേൽക്കോടതി ജാമ്യം നൽകുമോ എന്നത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, 2 ദിവസമെങ്കിൽ 2 ദിവസം ജയിലിൽ കിടന്നല്ലോ എന്ന് ആശ്വസിക്കാം ആ അതിജീവിതയ്ക്ക്.